നമസ്കാരം. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച കാറുകൾ കടത്തിക്കൊണ്ടുവരുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവം. ഇവരിൽ നിന്ന് കാറുകൾ വാങ്ങിയവരുടെ കൂട്ടത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സിനിമാക്കാരുമുണ്ട്. നേരത്തെ ഡൽഹിയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങി വരുന്നവരുടെ തട്ടിപ്പുകൾ കേരളം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോഴും തല്ലിപ്പൊളി വണ്ടികൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്താറുണ്ട്. ഇതിനിടയിലാണ് ഭൂട്ടാനിൽ നിന്നുമുള്ള വാഹനപരവും ചർച്ചകളിലെത്തുന്നത്. ഇതിലാണ് സിനിമാക്കാരും ഉൾപ്പെടുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 4 പോലീസ് ഉദ്യോഗസ്ഥരും കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തരം വാഹനങ്ങൾ വാങ്ങിയവരുടെ കൂട്ടത്തിൽ മലയാള സിനിമയിലെ 2 നടന്മാരും ഒരു സാങ്കേതിക പ്രവർത്തകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച 150 വാഹനങ്ങളാണ് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയത്. ഇത് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് 4 ഇരട്ടി വിലയ്ക്ക് വിറ്റു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കസ്റ്റംസുമാണ് കേസ് അന്വേഷിക്കുന്നത്. ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ എസ്യുവികൾ, മഹേന്ദ്ര ടാറ്റ ട്രക്കുകൾ എന്നിവയും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിൽ ഉൾപ്പെടുന്നു. ഹിമാചൽ പ്രദേശിലെ HP 52 രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവിടുത്തെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിറ്റതും. കേരളത്തിൽ എത്തിച്ച പല വാഹനങ്ങളും രജിസ്റ്റർ ചെയ്ത് KL നമ്പറുകളാക്കി. 5 ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്കാണ് ഭൂട്ടാൻ പട്ടാളം വാഹനങ്ങൾ ഒരുമിച്ച് വിറ്റത്. ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റഴിച്ചുവെന്നാണ് സൂചന. ഭൂട്ടാൻ രജിസ്ട്രേഷനുള്ള ആഡംബര കാറുകൾ ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ച് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശ് പോലീസ് വിശദമായ അന്വേഷണം പലവട്ടം നടത്തിയിരുന്നു. നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിച്ച കാറുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ നീക്കം. വാഹനങ്ങൾ എങ്ങനെ ഹിമാചൽ പ്രദേശിൽ എത്തിച്ചുവെന്നും അവ ഉപയോഗിച്ചവർ എന്തുകൊണ്ട് ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചില്ലെന്നും പോലീസ് എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരികയാണ്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താനും ഇത്തരം തട്ടിപ്പുകൾ തടയാനുമുള്ള കർശന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അധികൃതരുടെ തീരുമാനം.